വോട്ടർ വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നു അല്ലെ. മോക്കോൾ സമയത്ത് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ. ബാലറ്റ് ഇഷ്യൂ ചെയ്ത് വോട്ടിംഗ് ആരംഭിക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. മോക്കോൾ സമയത്തായിരിക്കും കൂടുതലും നിങ്ങൾക്കത് റെക്ടിഫൈ ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം ലിങ്കറാണ്. ലിങ്കറർ, ഇതിൽ ലിങ്കറർ 1 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, ലിങ്കറർ 1 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആദ്യത്തെ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിലോട്ട് കണക്ട് ചെയ്ത സോക്കറ്റിലോ പിന്നിലോ എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ കണക്ട് ചെയ്തതിന്റെ കുഴപ്പമായിരിക്കും കൂടുതലും, കൃത്യമായിട്ട് അത് വീണിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക. കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളത് പരിശോധിക്കണം. കേബിൾ ഒന്ന് പരിശോധിക്കുക, ഇത് ലൂസ് ആണോ, നന്നായിട്ട് വീണിട്ടില്ലയോ എന്നുള്ളത് പരിശോധിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റീകണക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്ത് വീണ്ടും നോക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ലിങ്കറർ 3 എന്ന് കാണിക്കും. ലിങ്കറർ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിലോട്ട് കണക്ട് ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുള്ളത് എന്നതാണ്. പക്ഷെ ലിങ്കറർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലറ്റ് യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷന്റെ പ്രശ്നമാണ്. ഒന്നുകിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് കണക്ട് ചെയ്തതിൽ എന്തെങ്കിലും ലൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലോട്ട് കണക്ട് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലും ലോസ് കോണ്ടാക്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീണ്ടും അത് നോക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ലിങ്കറർ 1 കാണിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ കൺട്രോൾ യൂണിറ്റിലോട്ടുള്ള കണക്ഷൻ നോക്കുന്ന അതേ സമയത്ത് തന്നെ ജസ്റ്റ് നമ്മൾ ബാലറ്റ് യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷൻ കൂടി ഒന്ന് നോക്കുക. ഓക്കെ, അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പൊ പിന്നെ ലിങ്കറർ 3യിലോട്ട് പോകേണ്ട സാഹചര്യം വരുത്തില്ല. അപ്പൊ ലിങ്കറർ 1ഉം 3യും അതാണ്. ലിങ്കറർ 2 എന്ന് പറയുന്നത് അപൂർവമായിട്ട് വരുന്ന സംഭവമാണ്. അത് സംഭവിക്കുന്നത് ഇതിൽ ഞാൻ പറഞ്ഞു, ഈ ഓരോ ബാലറ്റ് യൂണിറ്റിലും ഒരു സ്ലൈഡ് സ്വിച്ച് പൊസിഷൻ ഉണ്ട് അല്ലെ. ഗ്രാമപഞ്ചായത്ത് 1-ലായിരിക്കണം, ബ്ലോക്ക് പഞ്ചായത്ത് 2-ലായിരിക്കണം, ജില്ലാ പഞ്ചായത്ത് 3-ലായിരിക്കണം. ഇത് മാറിക്കിടന്നാലാണ് ലിങ്കറർ 2 കാണിക്കുന്നത്. ലിങ്കറർ 2 കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ സെക്ടർ ഓഫീസിനെ വിളിക്കുക, ഇത് സെറ്റോട് കൂടി വോട്ടിംഗ് മെഷീൻ മാറ്റേണ്ടി വരും. അങ്ങനെ സാഹചര്യങ്ങൾ വരാറില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ പ്രസ് ബട്ടൺ ആണ്. പ്രസ് ബട്ടൺ എററാണ്. പ്രസ് ബട്ടൺ കാണിക്കും. പ്രസ് ബട്ടൺ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മളൊരു വോട്ട് ചെയ്തു, ഒരു സ്ഥാനാർത്ഥിക്ക് ആരെങ്കിലും വോട്ട് ചെയ്തതിന് ശേഷം അവരുടെ വോട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പേപ്പറോ നാണയോ ആരെങ്കിലും വോട്ടിംഗ് തടസ്സപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്തേക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും പേപ്പർ മടക്കി അതിനകത്തോട്ട് ഈ സ്വിച്ചിന്റെ ഇടയിലോട്ട് ഒക്കെ വേണമെങ്കിൽ തിരികെ കയറ്റാം. അതല്ലെങ്കിൽ നാണയമായിരിക്കാം, അല്ലെങ്കിൽ തീപ്പെട്ടി കമ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ തിരികെ കയറ്റിയേക്കാം. അങ്ങനെ വരുമ്പോഴാണ് പ്രസറർ എന്നാണ് അതിന് പറയുന്നത്. പ്രസറർ കാണിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ പ്രസറർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പ്രസറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒന്നുകിൽ സ്വിച്ച് റിലീസായി വരാത്തതിന്റെ പ്രശ്നം. നമ്മൾ ഒരു പ്രാവശ്യം വോട്ട് ചെയ്തു, സ്വിച്ച് അകത്തോട്ട് പോയി തിരികെ വന്നില്ല, നമുക്ക് അടുത്ത വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അടുത്ത ബാലറ്റ് ഇഷ്യൂ ചെയ്യാനും പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വോട്ടർ പോയി വോട്ട് ചെയ്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് അകത്ത് കയറി പരിശോധിക്കാം. ഏജന്റിനെയും കൂട്ടാം, എന്താണ് പ്രശ്നമെന്ന് നോക്കാം. അപ്പം അവിടെ എന്തെങ്കിലും ആരെങ്കിലും പേപ്പർ കുത്തിക്കയറ്റി വെക്കുകയോ തീപ്പെട്ടി കമ്പ് വെക്കുകയോ നാണയം എന്തെങ്കിലും കയറ്റി വെക്കുകയോ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് കളയാൻ ശ്രമിക്കാം. ചെറിയ എന്തെങ്കിലും തടസ്സമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിച്ച് പുറത്തോട്ട് എടുത്ത് കളഞ്ഞാൽ മതി. നാണയം പോലെയൊക്കെയുള്ള കട്ടിക്ക് എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ, നമ്മൾ എന്തെങ്കിലും ചെറിയ പേനയുടെ നിബോ എന്തെങ്കിലും കൊണ്ട് അത് മഷി അതിനകത്ത് പെരളരുത്, അതുകൊണ്ട് ചെറുതായിട്ട് തെള്ളി അതിനകത്തേക്ക് തെള്ളിയിടാം. ഇതിനകത്ത് ചെറിയ ചാലുകളാണ്, 2 സൈഡിലും ചാലുകളുണ്ട്. ആ ചാലുകളിൽ ചെന്ന് വീണോളും. നമ്മൾ സ്വിച്ച് പിന്നീട് പ്രവർത്തിക്കും. ആ രീതിയിൽ റിലീസ് ആക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞത് വോട്ടർക്ക് ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രസറാണ്. പക്ഷെ നമ്മൾ ഒരു വോട്ടർ വന്നു ബാലറ്റ് ഇഷ്യൂ ചെയ്തു, അയാൾ പോയി ഒരു വോട്ട് ചെയ്തു. നമുക്ക് വോട്ട് ചെയ്യുന്ന ആളുടെ നേരെയുള്ള ആരോ ബട്ടൺ ഓണായി കിടക്കും അല്ലേ, ചുമന്ന ലൈറ്റാണ് ഓണായി കിടക്കും. അയാൾ 2ാമത്തെ ബാലറ്റിലും വോട്ട് ചെയ്തു. 3ാമത്തെ ബാലറ്റിൽ വോട്ട് ചെയ്തപ്പോഴാണ് ഈ പ്രസറർ കാണിക്കുന്നത്. അതായത് വോട്ട് ചെയ്യാൻ അയാൾക്ക് പറ്റുന്നില്ല. നമ്മൾ ആദ്യത്തെ ബട്ടൺ പ്രസ് ചെയ്തു, ആദ്യത്തെ വോട്ട് ചെയ്തു, 2ാമത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വോട്ട് ചെയ്തു, 3ാമത് ജില്ലാ പഞ്ചായത്തിന്റെ വോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ലോങ് ബീപ്പ് സൗണ്ട് കേൾക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുള്ളൂ. ശരിയല്ലേ? അപ്പം പക്ഷെ നമ്മൾ 3ാമത്തെ വോട്ട് അയാൾ ചെയ്യാൻ പോയപ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കുന്നില്ല. കാരണം ഇവിടെ പ്രസറാണ്.
ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസറായി, അതായത് പ്രസ് ചെയ്ത സ്വിച്ച് തിരിച്ചു വന്നില്ല, അതുകൊണ്ടായിരിക്കാം അവിടെ അങ്ങനെ കാണിച്ചത്. ആ ഒരു സാഹചര്യത്തില് ഈ വോട്ടറെ 2 വോട്ടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലെ, ആ വോട്ട് ആർക്കാണ് ചെയ്തതെന്നും ഇവിടെ ചുമന്ന ലൈറ്റ് കത്തിക്കിടക്കുന്നു. ആ സമയത്ത് നമുക്ക് ഏജന്റുമാരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. അയാളുടെ രഹസ്യ വോട്ടാണ്, അത് അയാൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മളൊന്ന് പോയി നോക്കുക, ആ വോട്ടറെയും കൂടെ കൊണ്ടുപോവുക. ആ വോട്ടർ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിയും കൂടെ വിളിച്ചുകൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ അങ്ങോട്ട് പോവുക, നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവിച്ചത്. അപ്പൊ അവിടെ പ്രസറായിരിക്കും. ആ സമയത്ത് നമ്മളിത് സ്വിച്ച് ഓഫ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ആ വോട്ട് അതിനകത്ത് രേഖപ്പെടുത്തും. അപ്പൊ പിന്നീട് നമുക്ക് അവർക്ക് ബാലറ്റ് ഇഷ്യൂ ചെയ്യാനും പറ്റത്തില്ല, ജില്ലാ പഞ്ചായത്തിലെ വോട്ട് അവർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് തന്നെ വളരെ സാവധാനത്തില് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിലായിരിക്കും പ്രസ്സായി കിടക്കുന്നത് അല്ലേ, അതൊന്ന് റിലീസ് ചെയ്യാൻ നോക്കാം. അത് നമ്മുടെ ഈ സൈഡിലൊക്കെ ഒന്ന് തട്ടി നോക്കി കഴിഞ്ഞാൽ അതങ്ങ് റിലീസ് ആയിക്കോളൂ അല്ലെ. ചെറിയ പ്രശ്നം എന്തെങ്കിലും ആയിരിക്കും, എന്തായാലും വോട്ട് ചെയ്യാൻ വന്ന ആൾ അവിടെ ഒന്നും ചെയ്തു വെക്കത്തില്ല, അയാൾക്ക് അടുത്ത വോട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ചെറിയ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിലീസ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും കത്തിക്കിടക്കുവാണ്. ഒരുപക്ഷെ ഇതില് ആണ് മറ്റ് സ്വിച്ചുകളില് നമ്മൾ ഏതാണ് വോട്ട് ചെയ്തതെന്ന് അറിയാൻ പറ്റും. ആ ലൈറ്റ് കത്തിക്കിടക്കും, അതില് മാത്രം സ്വിച്ച് ചെയ്യുക, മറ്റേതിലോട്ടൊന്നും നമ്മൾ കൈ കടത്താതിരിക്കുക. ഇത് മാത്രം ഒന്ന് റിലീസ് ചെയ്യാൻ നോക്കുക. മറ്റേതിലോട്ട് പോയാലും വോട്ട് മാറത്തില്ല, ഒരെണ്ണം ചെയ്താൽ അത് ഓണായി കിടക്കും. അഥവാ മാറിയാൽ പോലും നമുക്കറിയാം എവിടെ വോട്ട് ചെയ്തിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വോട്ടറുണ്ട്, അയാൾക്ക് അത് വീണ്ടും പ്രസ് ചെയ്താൽ അവിടെ ലൈറ്റ് കത്തും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല, ജില്ലാ പഞ്ചായത്തിൽ വോട്ട് ചെയ്തിട്ടില്ല അല്ലെ, ജില്ലാ പഞ്ചായത്തിൽ വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വന്ന് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതെങ്ങാനും പ്രസ്സായി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിലെ തടസ്സം ആ സമയത്ത് മാറിയിട്ടുണ്ടാവും. ആ സമയത്ത് വോട്ടായി പോകും അല്ലേ. ആരാ പ്രസ് ചെയ്തേ? പ്രിസൈഡിംഗ് ഓഫീസർ. വോട്ടായി പോയി, പ്രശ്നം ഉണ്ടാവില്ലേ? അവിടെ പ്രശ്നം ഉണ്ടാവും. ഒരു കാരണവശാലും നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഇത്തിരി ഒന്ന് ശല്യപ്പെടുത്താൻ, അത് ഒഴിച്ചു വെച്ചുകൊണ്ട് തന്നെ അതിലോട്ട് നമ്മുടെ കൈ അങ്ങോട്ട് പോകാത്ത രീതിയിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെത് തടസ്സം മാറ്റണം. അത് പൊക്കി ഉയർത്തിയെടുക്കുകയും വേണം. ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉയർത്തിയതാണ്. അവിടെ വെച്ചുകൊണ്ട് തന്നെ ആ സ്വിച്ചിന്റെ 2 സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി, അത് സ്വാഭാവികമായിട്ടും റിലീസായി പോകും. നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇത് 2 എണ്ണവും ഓണായി കിടക്കുന്നു, നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഏജന്റിനെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോയെന്നിരിക്കട്ടെ, ആ വോട്ട് 2 എണ്ണം ഇതിൽ രേഖപ്പെടുത്തുകയും ജില്ലാ പഞ്ചായത്തിന്റെ വോട്ട് അണ്ടർ വോട്ടായി മാറുകയും ചെയ്യും. നമുക്ക് പിന്നീട് അവർക്ക് ബാലറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ അയാള് വോട്ട് ചെയ്തിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്തിൽ? ഇല്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതല്ല, നമ്മൾ ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പ്രസർ കാണിക്കുകയെന്നുണ്ടെങ്കിൽ ആ വോട്ടർ വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. നമ്മളൊരു ബാലറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ ബാലറ്റ് ഇഷ്യൂ ചെയ്തത് ക്യാൻസൽ ആയി പോകും. ടോട്ടൽ വോട്ടേഴ്സിന്റെ എണ്ണത്തിൽ അത് കയറി വരത്തില്ല. ഓക്കെ. പിന്നീട് ഉണ്ടാകുന്ന സാഹചര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഒരു ബാലറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 3 ബാലറ്റ് യൂണിറ്റിലും വോട്ട് ചെയ്യുമ്പോഴാണ് 3ാമത്തെ ബാലറ്റ് യൂണിറ്റ് അത് എങ്ങനെ വേണമെങ്കിലും വാങ്ങാം. ആദ്യം ഇതിലോ അല്ലെങ്കിൽ ആദ്യം ജില്ലാ പഞ്ചായത്ത് കൊടുത്തിട്ട് പിന്നെ ബ്ലോക്ക് ചെയ്ത് ഗ്രാമത്തിൽ ചെയ്യുന്ന സമയത്തായിരിക്കും ലോങ് ബീഗ് സൗണ്ട് കേൾക്കുന്നത്. എങ്ങനെ വേണേലും ചെയ്യാം. പക്ഷെ നമ്മൾ 2 പേർക്കേ ചെയ്തുള്ളൂ, 3ാമത്തെ ആൾക്ക് ചെയ്തില്ല. വോട്ടർ അങ്ങ് പോയി. ഒരുപക്ഷെ ഒരു വോട്ടർ വന്ന് പ്രായമുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഒരു വോട്ട് മാത്രം പ്രസ് ചെയ്യും, അവിടെ ലൈറ്റ് കത്തും, വോട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങ് ഇറങ്ങിപ്പോകും. നമ്മളത് ശ്രദ്ധിച്ചോണം. ഒരു വോട്ടർ വന്ന് വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു പോകുമ്പോൾ ലോങ് ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലോങ് ബീപ്പ് സൗണ്ട് കേട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനെ അവിടെ വിളിച്ചു നിർത്തിയിട്ട് പറയണം, നിങ്ങൾക്ക് 3 വോട്ടുണ്ട്, 3 വോട്ടും ചെയ്തിരുന്നോ എന്ന് ചോദിക്കണം. ചെയ്തില്ലെങ്കിൽ പുള്ളിയോട് 3ഉം പോയി ചെയ്യാൻ പറയണം. അദ്ദേഹം പറയുവാണ്, ഞാൻ ഗ്രാമപഞ്ചായത്തിന് മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ, മറ്റ് സ്ഥാനാർത്ഥികളെ എനിക്ക് പരിചയമില്ല, അല്ലെങ്കിൽ അവർക്ക് ഞാൻ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പുള്ളിയോട് പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് ബാലറ്റ് യൂണിറ്റിന്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന ബാലറ്റ് യൂണിറ്റിന്റെ ഏറ്റവും അവസാനം ചെറിയ ചുവന്ന കളറിലൊരു ബട്ടൺ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. അതിൽ പ്രസ് ചെയ്യുമ്പോൾ അത് അണ്ടർ വോട്ടായി മാറും. നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് വോട്ട് സേവ് ആവുകയും ബാക്കി 2 എണ്ണം അണ്ടർ വോട്ടായി മാറുകയും ചെയ്യും. നിങ്ങൾ അവര് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അതും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്തിട്ട് അങ്ങ് പോയി, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കണ്ടെത്താൻ പറ്റുന്നില്ല, പുള്ളി അങ്ങ് പുറത്ത് ഗ്രൗണ്ടിൽ പോയി, നിങ്ങൾ തിരിച്ചു വിളിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചിട്ട് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരങ്ങ് പോയി, എന്തായാലും അടുത്ത ബാലറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യണം. ഇത് വോട്ട് രേഖപ്പെടുത്താതെ ബാലറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഏജന്റിനെ വിളിച്ചുകൊണ്ട് പോകരുത്. എന്തുകൊണ്ടാ? അവിടെ വോട്ട് രേഖപ്പെടുത്തി കിടക്കുക. അപ്പൊ ആ വോട്ടർ ആർക്കാരെ വോട്ട് കൊടുത്തെന്ന് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഏജന്റിനെ വിളിക്കാതെ പ്രിസൈഡിംഗ് ഓഫീസർ കമ്പാർട്ട്മെന്റിന്റെ അടുത്തോട്ട് പോയിട്ട്, നമ്മൾ കമ്പാർട്ട്മെന്റിൽ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കരുത്. കാര്യം എന്താ?
നമുക്ക് എൻഡ് ബട്ടൺ പ്രസ് ചെയ്താലും ബീപ്പ് സൗണ്ട് കേൾക്കും, ലോങ് ബീപ്പ് സൗണ്ട് കേൾക്കും. ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് നമ്മൾ പോയി വോട്ട് ചെയ്താലും ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പം ഏജന്റുമാർക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഇതിന് ദൂരെ മാറി നിന്നിട്ട്, കമ്പാർട്ട്മെന്റിന് ദൂരെ മാറി നിന്നിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിന്റെ ഏറ്റവും അവസാനം സ്വിച്ചിന്റെ കൈയെത്തത്തക്ക വിധത്തിൽ ദൂരെ നിന്നുകൊണ്ട് നമ്മൾ കൈ നീട്ടി പ്രസ് ചെയ്യണം. അപ്പൊ അവർക്കൊരു വിശ്വാസം വരും. നമ്മൾ എന്തായാലും സ്ഥാനാർത്ഥി മുകളിലായിരിക്കും അല്ലെ, സ്ഥാനാർത്ഥികളുടെ പേരും ബട്ടണും ഒക്കെ ഏറ്റവും താഴെയാണ് പ്രസ് ബട്ടൺ, എൻഡ് ബട്ടൺ. ദൂരെ നിന്നുകൊണ്ട് എൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏജന്റുമാർക്ക് നമ്മുടെ ഒരു വിശ്വാസം വരും. പ്രിസൈഡിംഗ് ഓഫീസർ എൻഡ് ബട്ടണിൽ തന്നെയാണ് പ്രസ് ചെയ്തത്, സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് വിശ്വാസം വരും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കും.